അവരുടെ ഒരു ഭാഷയുടെ ഒരു ചാരുത എന്ന് പറയുന്നത്, ഒരു വിഷ്വൽ ഇമേജറീസ്. അവർ മറ്റേ ഒരു ഡയറക്ടർ ഒക്കെ ആയിരുന്നല്ലോ, അത് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. അപ്പോൾ അതൊരു സിനിമാറ്റിക് വിഷനിലൂടെ അവർ പലപ്പോഴും പല കാര്യങ്ങളും കാണുന്നത്. അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അതെല്ലാം ഈ പറയുന്ന വിഷ്വൽ ഇമേജറീസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മറ്റേ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ഇത് വായിക്കുന്ന സമയത്ത് ഇവർ ഈ ഊട്ടിയിലെ തണുപ്പത്ത് പുറത്ത് നിൽക്കുന്ന സമയത്ത് അവരുടെ കൂടെ നിൽക്കുന്ന അനുഭവം എനിക്കും ഉണ്ടായി. നമ്മൾ ചില ചലച്ചിത്രങ്ങൾ കാണുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരിങ്ങനെ തണുപ്പ് അനുഭവിച്ച് നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് റെഫ്യൂജീസിൻ്റെ ചലച്ചിത്രമാണെങ്കിൽ ആ പ്രേക്ഷകർക്ക് എന്തെങ്കിലും രീതിയിൽ അവരുടെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അനുഭവത്തിലേക്ക് നമ്മൾ പോകും. ഊട്ടിയിലെ തണുപ്പേക്കുവാനുള്ള നമുക്കും ചില സമയത്ത് ശ്വാസം കിട്ടാത്ത രീതിയിൽ മേരി റോയിയെ പോലെ ആയിപ്പോകുന്ന കാര്യം, അവർക്ക് ചില സമയത്ത് ശ്വാസം കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. ആകുന്ന രീതിയിലേക്ക് നമ്മളും വരുന്നുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു റീഡർ എന്നുള്ള രീതിയിൽ മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ജിജിയോട് പറഞ്ഞത്, ഐ ആം ലുക്കിംഗ് അറ്റ് ദിസ് ബുക്ക് നോട്ട് സിംപ്ലി ആസ് എ റീഡർ, സംടൈംസ് ഐ ബിക്കം എ സ്പെക്ടേറ്റർ. ആ പ്ലെയിനിൽ വെച്ച് അമ്മയോട് ഒരു ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അമ്മയുടെ റിവ്യൂക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അരുന്ധതി റോയ്ക്ക് തോന്നിയ ഫീലിങ്സിനെ കുറിച്ച് അവർ എഴുതി. രണ്ടിടത്ത് അരുന്ധതി റോയ് ഈ ഒരു രീതിയിൽ അത് പരാമർശിച്ചിട്ടുണ്ട്. ഐ ഫെൽറ്റ് മൈസെൽഫ് ഷ്രിങ്കിങ് ഫ്രം മൈ ഓൺ സ്കിൻ ആൻഡ് ഡ്രെയിനിങ് എവേ, സ്വില്ലിംഗ് ലൈക്ക് വാട്ടർ ഡൗൺ എ സിങ്ക്. ഇത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വെള്ളമായിട്ട് സിങ്കിൻ്റെ അകത്ത് കറങ്ങി ഒഴുകി താഴേക്ക് പോകുന്ന പോലെ. അതൊരു വളരെ മനോഹരമായൊരു വിഷ്വൽ ഇമേജറിയാണ്. നമ്മൾ ചമ്മി ഇല്ലാതായി തീരുമ്പോൾ അത് ഒത്തിരി നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസിൽ ഇതുപോലെ ആയി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അത് തന്നെ ഇനി അവരുടെ ഒരു ആർക്കിടെക്ചറൽ എബിലിറ്റി, അവിടുത്തെ നമ്മുടെ പള്ളിക്കോട് സ്കൂളിലെ ജനാലകൾ, അത് കവറിങ് ഇല്ലാത്ത ജനാലകളാണ്, അൺബ്ലിങ്കിങ് ഐസ് എന്നാണ് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു പുസ്തകം നിറച്ചും ഇതുപോലെ പോയറ്റിക് ലാംഗ്വേജ് കൊണ്ട് ഇത്രമാത്രം ഒരു വേറെ ഒന്നുമില്ല, അത് തന്നെ നമുക്കൊരു ആകർഷിക്കുന്ന ഒരു ഘടകമായിട്ടുള്ള. ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പോയറ്റിക്സും പൊളിറ്റിക്സും ഒരേപോലെ ഇതിനകത്ത് മിങ്കിൾ ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്സ് ഇല്ലാതെ പോയറ്റിക്സിൽ യാതൊരു അർത്ഥമില്ലല്ലോ. സംടൈംസ് ഇത് പൊളിറ്റിക്സ് പോയറ്റിക്സ് ആയിട്ട് മാറും, ചില സമയത്ത് പോയറ്റിക്സ് പൊളിറ്റിക്സ് ആയിട്ട് മാറും. ഇങ്ങനെ ഒരു ട്രാൻസിഷണൽ, ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സംഗതിയിലാണ് ഈ പുസ്തകം മൊത്തം നിൽക്കുന്നത്. അതുപോലെ തന്നെ അരുന്ധതി ഇപ്പം ചില കാര്യങ്ങളിൽ അമ്മയുടെ ചില പെരുമാറ്റങ്ങൾ അരുന്ധതിയെ ഭയങ്കരമായ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അരുന്ധതി ഒരു ഫെമിനിസ്റ്റാണോ എന്ന് ചോദിച്ചാൽ ഫെമിനിസ്റ്റാണ്, ആക്ടിവിസ്റ്റാണോ ആക്ടിവിസ്റ്റാണ്, തിങ്കറാണോ തിങ്കറാണ്. ചില സമയത്ത് അരുന്ധതി ഫെമിനിസ്റ്റ് അല്ലാത്ത രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഫെമിനിസ്റ്റ് അല്ലാത്ത രീതിയിൽ. അവരൊരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ എക്സ്പെർട്ടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഒരാളായിട്ടാണ്, ഏതെങ്കിലും സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രം പൊരുതുന്ന ആളായിട്ടല്ല. ഡിഗ്നിറ്റിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് നിന്ന ഒരാളാണ് മേരി റോയ്. എൻ്റെ ഡിഗ്നിറ്റി ഞാനാണ് തീരുമാനിക്കുന്നത് എന്നാണ് മേരി റോയ് തീരുമാനിച്ചത്. അത് തീർച്ചയായിട്ടും ഒരു ട്രാൻസ്മിറ്റ് ചെയ്ത് ഈ മകളിലേക്ക് വന്നിട്ടുണ്ട്. ഒറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ ബ്രാ എപ്പിസോഡ് തന്നെ, പള്ളിക്കുളം സ്കൂളിൽ ആ സമയത്തുണ്ടായിരുന്ന ചില പെൺകുട്ടികളെ അവരുടെ ശരീരത്തെ മെഷർ ചെയ്തൊക്കെ ചില വാക്കുകളൊക്കെ പറയുകയും വളരെ മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്തു. അങ്ങനെ ഒരു കമൻറ്റ് ചെയ്ത ഒരാളെ ഒരു പ്രാവശ്യം പ്രത്യേകിച്ച് അവർ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് രാവിലെ തന്നെ ആ പയ്യനെ വിളിക്കുകയും ആ പയ്യനോട് പറയുകയും ചെയ്തു, ആ ക്വാർട്ടേഴ്സിൽ എൻ്റെ റൂമിൻ്റെ അവിടെ ഒരു ബ്രാ ഉണ്ട്, ആ ബ്രാ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവൻ ആ ബ്രാ എടുത്തുകൊണ്ട് വന്ന് അവനെ അവിടെ തന്നെ നിർത്തി പറഞ്ഞു കൊടുത്തു, ഈ ബ്രാ എന്ന് പറയുന്നത് ശരീരത്തിന് വേണ്ട ഒരു സാധനമാണ്, സ്ത്രീകൾക്ക് അങ്ങനെ ഒരു വസ്ത്രം ധരിക്കേണ്ടതുകൊണ്ടാണ് അത് ധരിക്കുന്നത്. അതിന് ഡിഗ്നിറ്റി മനസ്സിലാക്കണമെന്നും നിൻ്റെ അമ്മയും സഹോദരിയും ഇത് ധരിക്കുന്നുണ്ടെന്നും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം ഉണ്ടാകുന്ന ഉൾക്കാഴ്ചയുണ്ട് ആ പയ്യന് മാത്രമല്ല അവിടെ നിൽക്കുന്നവർക്കെല്ലാം ഉൾക്കാഴ്ച ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സെക്സിനെ തന്നെ, ബോഡിയെ വ്യത്യസ്തമായ രീതിയിൽ കാണുവാനായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിപരമായ രീതിയിലുള്ള പ്രിജുഡിസുകൾക്കും ബയസുകൾക്കും അപ്പുറത്തൊരു ബോഡിയുണ്ട്, ശരീരമുണ്ട് എന്നാണ് അവനെ പഠിപ്പിച്ചത്. മേരി റോയ് പഠിപ്പിച്ചത്. അല്ലാതെ ഇതൊരു ബ്രായുടെ എപ്പിസോഡല്ല ഇത് ശരീരത്തെക്കുറിച്ചില്ല. ഏത് ശരീരത്തെ നിങ്ങൾ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ ആ ശരീരം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ ബയോളജിക്കലായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, അതിനെ സോഷ്യോളജിക്കലായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക പഠന വസ്തുവായിട്ട് അവന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ വലിയ ഇൻസൈറ്റ്ഫുള്ളായിട്ടാണ് അരുന്ധതിക്ക് കിട്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അമ്മമാരും അപ്പന്മാരും ഒക്കെ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് അത് ഓർത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇന്നും ഈ എപ്പിസോഡുകൾ, ഓർത്തിരിക്കത്തക്ക രീതിയിലുള്ള എപ്പിസോഡുകൾ മേരി റോയ് മകൾക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. മകൾക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല, അവർ വളരെ നാച്ചുറലായിട്ട് ഒരു ജീവിച്ച ജീവിതത്തിൽ നിന്ന് ഇവരിത് ഒപ്പിയെടുക്കുകയാണ്. അപ്പോൾ ഒരു കഥാകാരി, ഒരു എഴുത്തുകാരി, ഒരു നോവലിസ്റ്റ്, അല്ലെങ്കിൽ ഒരു ചിന്തക, ഒരു ആക്ടിവിസ്റ്റ്, ഈ റീകോൾ ചെയ്യുന്നൊരു എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഞാൻ അരുന്ധതി റോയിയെ കാണുന്നത്, അരുന്ധതി റോയ് ഹെർസെൽഫ് ഈസ് ആൻ ആർക്കൈവ്. അവർ തന്നെ ഒരു ആർക്കൈവായിട്ട് മാറുകയാണ്. ഒരു ആർക്കൈവിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട്. ഏതെങ്കിലും റെക്കോർഡുകൾ മാത്രം, എല്ലാ റെക്കോർഡുകളുണ്ട്.
നമ്മൾ ഏതെങ്കിലും കേരളത്തിലെ ഒരു ആർക്കൈവ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ളൊരു എപ്പിസോഡ് കിട്ടത്തക്ക രീതിയിലൊരു ഫയൽ നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടത്തില്ല. ആ ഫയലൊക്കെ സെൻസേഡ് ആയിരിക്കും. അപ്പോൾ സെൻസേഡ് ആകേണ്ട ഫയലുകൾ ജീവിതത്തിൽ നിന്ന് പബ്ലിക്കിലേക്ക് കൊണ്ടുവരികയാണ് അരുന്ധതി റോയ് ചെയ്തിരിക്കുന്നത്. പല സെൻസേഡ് ആകേണ്ട സംഗതികളും പബ്ലിക്കിലേക്ക് കൊണ്ടുവരികയാണ്. കാര്യം എന്തുകൊണ്ടാണ്? ഇന്നിത് വായിക്കുന്ന ആൾക്കാർക്ക് ഒരു ചിന്ത ഉണ്ടാകണം. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പള്ളിക്കൂട സ്കൂളിൽ സംഭവിച്ച ഒരു കാര്യം ഇന്ന് ഇത് വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് ആശയപരമായ രീതിയിൽ ഒരു അവരുടെ തന്നെ ബൗദ്ധിക നിലവാരത്തെ ഉയർത്തത്തക്ക രീതിയിലുള്ള ഒരു ആശയത്തെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് ആക്ച്വലി എ ലെസൺ. സാറേ, ഞാൻ ചില മുമ്പ് പറഞ്ഞ ആ ഒരു ഇമേജറി, ആ വിഷ്വൽ ഇമേജിനെ കുറിച്ച് എനിക്ക് അത് ശരിക്കും ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു കൊളാപ്സിങ് എക്സ്പീരിയൻസാണ്. അതിനെ ഒരു വിഷ്വലായിട്ടുള്ള ഒരു കൈനറ്റിക് ഇമേജ് ആയിട്ട് അവരങ്ങ് മാറ്റുക, ആ ഒരു ഇമേജറി കൂടെ, മെറ്റഫറി കൂടെ. അത് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ സാറ് പറഞ്ഞ പോലെ ഈ അവരുടെ ആ സ്കൂളിലെ ഇൻസിഡൻറ്റ്, സ്കൂളിൽ ഈ അരുന്ധതി റോയിയുടെ ആ ഒരു ഫെമിനിസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ സമൂഹത്തിൻ്റെ ഈ ആണത്ത സങ്കല്പങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഭാരത്തിൽ നിന്നും ആൺകുട്ടികളെ മോചിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ടോക്സിക് മസ്കുലിനിറ്റിയുടെ ആ ഒരു ഭാരം, അത് ആണുങ്ങളെ ഏറ്റവും സഫോക്കേറ്റിംഗ് ആയിട്ടുള്ളൊരു ഭാരമാണ്. അതിൽ നിന്ന് ആണുങ്ങളെ മോചിപ്പിച്ചു. അത് മോചിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇപ്പം മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുസ്തകം. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഈ പുസ്തകം ഒരു ആർക്കൈവായിട്ട് മാറുകയാണ്. ഷീ പ്രൊവൈഡഡ് സ്പൈൻ ആൻഡ് സ്പിരിറ്റ് ടു ദി ഗേൾസ് എന്ന് പറയുന്നുണ്ട്. അത് വളരെ മനോഹരമായിട്ട് അവരത് പറയുന്നുണ്ട്. ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാനൊരു അത്രമാത്രം ക്രിസ്ത്യൻ അല്ല, അത്രമാത്രം ഹിന്ദു അല്ല, അത്രമാത്രം കമ്മ്യൂണിസ്റ്റ് അല്ല, ഒന്നുമല്ല, ഞാൻ പൂർണ്ണമായിട്ടും ഒന്നുമല്ല. അത് ഇവർക്ക് പക്ഷേ എല്ലായിടത്തെയും മറ്റേ വിക്ടിംസ്, സഫറിങ്, മാർജിനലൈസ്ഡ് ആളുകളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഇവർക്ക് ഒരു തടസ്സവും. അതെല്ലാമായിട്ട് ഇവർ രൂപാന്തരീകരിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവങ്ങളും വേറൊരു ഇൻസിഡൻറ്റ്, അവർ ഊട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സഹോദരൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വളരെ മോശമായതുകൊണ്ട് രാത്രി മുഴുവൻ പുള്ളീനെ മറ്റേ അമ്മ മുറി അടച്ചിട്ട് തച്ചുവെന്നും അടിച്ചുവെന്നും, പിറ്റേ ദിവസം മറ്റേ അരുന്ധതി റോയിനെ കെട്ടിപ്പിടിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ വിഷമത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവരത് എത്ര ഹൃദയ ഇതായിട്ട് അവരത് പറയുന്നത്. അരുന്ധതിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അമ്മ അരുന്ധതി അഭിനന്ദിക്കുന്നു, തലോടുന്നു, ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. പക്ഷേ ബ്രദറിന് വളരെ കുറച്ച് മാർക്കേ ഉള്ളൂ. അവനെ അധിക്ഷേപിക്കുന്നു, അവനെ യൂസ്ലെസ് ആയിട്ടുള്ള അബ്യൂസീവ് ലാംഗ്വേജൊക്കെ ഉപയോഗിക്കുന്നു. ഒക്കെ ശരിയാണ്. പക്ഷേ ഒറ്റ കാര്യമുണ്ട്, അന്നും അരുന്ധതിക്ക് അമ്മയുടെ ഈ സ്നേഹമൊക്കെ കിട്ടുന്ന, ആദരം കിട്ടുന്നുണ്ടെങ്കിലും അരുന്ധതിയുടെ നോട്ടം ബ്രദറിലേക്കായിരുന്നു. അവിടെയാണ് കമ്പാഷൻ എന്ന് പറയുന്നൊരു ഇത് വരുന്നത്, കരുണ. എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടുന്ന ഈ ഒരു സന്തോഷം എൻ്റെ സഹോദരന് കിട്ടാത്തതിലുള്ള അരുന്ധതിയുടെ ദുഃഖമാണ് സത്യം പറഞ്ഞാൽ അരുന്ധതിയാക്കി മാറ്റുന്നതെന്ന് ഞാൻ പറയും. കാര്യം ഇതൊരു വലിയൊരു ട്രെയിനിങ്ങാണ് അരുന്ധതിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അരുന്ധതിക്ക് ഏതെങ്കിലും കാടുകളിൽ സമരം ചെയ്യുന്ന മാവോയിസ്റ്റുകളുമായിട്ട് അരുന്ധതിക്ക് ലിങ്ക് വരുന്നത്. അതുപോലെ നർമ്മദ ബച്ചാവോ ആന്തോളന് അരുന്ധതി പോയി പിന്തുണ കൊടുക്കുന്നത്, അവിടെ പോയി താമസിക്കുന്നത്. ഇതൊക്കെ അരുന്ധതി ചെയ്യുന്നത് വെറുതെ നോവൽ എഴുതിയോ കഥ എഴുതിയോ അല്ല പ്രതിഷേധം തീർത്തത്. അരുന്ധതി ഒരേ സമയം ആക്ടിവിസ്റ്റും റൈറ്ററും വരുന്നു. ആ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ആക്ടിവിസ്റ്റിനെ പോലെ അല്ല. അവരവിടെ പോവും, അതിനെക്കുറിച്ച് മനസ്സിലാക്കും, അവരുടെ കൂടെ ജീവിക്കും. കാട്ടിൽ ജീവിച്ച ജീവിതാനുഭവങ്ങളാണ് അരുന്ധതിയുടെ വോക്കിംഗ് വിത്ത് ദ കോമറേഡ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ അവരുടെ കൂടെ പോയി താമസിക്കുകയാണ്. അപ്പം ആ ഒരു മൂവ്മെൻറ്റുമായിട്ട് അവരോട് കമ്പാഷനറ്റ് ആയിട്ടുള്ള, അവരോട് കരുണ കാണിക്കുന്ന പ്രകൃതങ്ങളുടെ അരുന്ധതിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് അരുന്ധതി കൾട്ടിവേറ്റ് ചെയ്തത് തന്നെ ഈ ക്രൂരത കണ്ടുകൊണ്ടാണ്. സ്വന്തം വീട്ടിൽ സംഭവിക്കുന്ന ക്രൂരത, സ്വന്തം അമ്മയുടെ അപ്പൻ കാണിച്ച ക്രൂരത, അമ്മയുടെ ആങ്ങളെയും ബന്ധുക്കളും കാണിച്ച് അമ്മയുടെ അമ്മയും കാണിച്ച ക്രൂരത, സർവത്ര ക്രൂരതയ്ക്കുള്ളിലാണ് മേരി റോയ് ഒരു ധീരവനിതയായിട്ട് മാറുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്ത ഒരു ധീരവനിതയാണ് മേരി റോയ്. എനിക്ക് തോന്നുന്നത് ഇതിന് പകരം പരാജയപ്പെട്ട ഒരു മേരി റോയ് ആയിരുന്നുവെങ്കിൽ, ഇതിനു മുമ്പിലൊക്കെ സാധാരണ സ്ത്രീകളെപ്പോലെ ജീവിക്കുന്ന ഒരു മേരി റോയ് ആയിരുന്നുവെങ്കിൽ, സാധാരണ ഒരു സിറിയൻ ക്രിസ്ത്യൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് പക്ഷേ പ്രതിഷേധങ്ങളും പ്രതിരോധവും ഇല്ലാത്ത ഒരാളായിരുന്നു മേരി റോയ് എങ്കിൽ അവരെങ്ങനെ ഗാങ്സ്റ്ററായി മാറും? അവർ ഒരേ സമയം ഗാങ്സ്റ്ററും മദർ മേരിയുമായി മാറില്ല. ഇത് ഒരേ സമയം ഗാങ്സ്റ്ററും മദർ മേരിയുമായി മാറിയിട്ടുള്ളതാണ് മേരി റോയിയെ സംബന്ധിച്ചിടത്തോളമുള്ള സവിശേഷത എന്ന് പറയുന്നത്. അത് അരുന്ധതിക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിനെ ഒരു അവസരം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അരുന്ധതിക്ക് കിട്ടിയ അവസരത്തെ അരുന്ധതി മനസ്സിലാക്കി സവിശേഷമായ രീതിയിൽ അതിനെ ചരിത്ര പുസ്തകമാക്കി തന്നെ എഴുതി പിടിപ്പിച്ചു. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലെവിടെയുമുള്ള, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ചരിത്ര പാഠപുസ്തകങ്ങളിലേക്ക് തീർച്ചയായിട്ടും അത് വരേണ്ടതാണ്.
നമ്മുടെയൊക്കെ ഹിസ്റ്ററി പാഠപുസ്തകത്തിലേക്ക് അത് വരുമോ എന്ന് എനിക്കറിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുമ്പോൾ തന്നെ അമ്മയെ ഗാങ്സ്റ്റർ എന്ന് വിളിച്ച പുസ്തകം വേണമെന്നൊക്കെയുള്ള ചർച്ചയായിരിക്കും ആദ്യം ഇവിടെ നിൽക്കുന്നത്. പുസ്തകം വായിക്കാതെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് പാഠപുസ്തകങ്ങളിലേക്ക് വരേണ്ടത് കരിക്കുലത്തിൻ്റെ ഭാഗമായി മാറേണ്ടതാണ്. ചരിത്ര വിഷയത്തിലെ കരിക്കുലത്തിൻ്റെ ഭാഗമായി മാറേണ്ടതാണ്. കാര്യം ഞാനതുകൊണ്ട് വീണ്ടും പറയുകയാണ്, ഇതൊരു ഹിസ്റ്റോറിക്കൽ വർക്കാണ്. ചൈൽഡ്ഹുഡിൽ വൺസ് ദേ റിട്ടേൺ ടു ഐമനം, അവരുടെ ആ വീടിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എത്ര മനോഹരമായ കൺസ്റ്റലേഷൻ ഓഫ് എക്സ്ട്രാ ഓർഡിനറി എക്സെൻട്രിക് കോസ്മോപോളിറ്റൻ പീപ്പിൾ ഡിഫീറ്റഡ് ബൈ ലൈഫ്. ഒരു വാല്യൂ ജഡ്ജ്മെൻ്റ് ആയിട്ടുള്ള കമൻറ്റ്, ഡിഫീറ്റഡ് ബൈ ലൈഫ്. അത് ആരെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്? മറ്റേ അങ്കിൾ ജി ഐസക്ക്, മറ്റേ ഗ്രാൻഡ് മദറുണ്ട്, ഗ്രാൻഡ് മദറിൻ്റെ എൽഡർ സിസ്റ്ററുണ്ട്. ഗ്രാൻഡ് മദർ ഒരു അക്കംപ്ലിഷ്ഡ് വയലിനിസ്റ്റാണ്, കൺസേർട്ട് ലെവൽ വയലിനിസ്റ്റ് എന്ന് പറയുന്ന ആളാണ്. അതേസമയം ഗ്രാൻഡ് മദറിൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മാസ്റ്റേഴ്സ് ഉള്ള, ശ്രീലങ്കയിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള അങ്കിൾ ജി ഐസക് ആണെങ്കിൽ റോഡ് സ്കോളർ. അതുപോലെ മറ്റേ എന്താ പറയുന്നത്, അവർ വളർന്നു വന്ന ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ എല്ലാവരെക്കുറിച്ച് അരുന്ധതി റോയ് വളരെ വിമർശനാത്മകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിമർശനാത്മകം എന്ന് തന്നെ പറയുന്നില്ല സാറേ. ഇപ്പം ജി ഐസക്കിനെ കുറിച്ച് തന്നെ, അവരുടെ അങ്കിളിനെ കുറിച്ച് തന്നെ പോസിറ്റീവായിട്ടുള്ള കുറേ ആസ്പെക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഈ ലൈഫ് എങ്ങനെയാണോ അതേപടി, അമ്മയെക്കുറിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അമ്മ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ് ഒരു സിംഗിൾ സൈഡിലല്ല, ലൈഫിനെ റിയലിസ്റ്റിക് ആയിട്ട് അങ്ങ് ഡിപ്പിക്റ്റ് ചെയ്യുക. അത് ഹാജിയോഗ്രഫി അല്ല എന്നുള്ള രീതിയിൽ. ഒരിക്കലും ഹാജിയോഗ്രഫി. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇതൊരു ഹിസ്റ്റോറിക്കൽ വർക്കാണെന്ന് തന്നെ ഞാൻ വീണ്ടും അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു നോവല്, അത് വായിച്ച് തീർത്തിട്ടില്ല, ആർ.എഫ്. കുവാങ്ങിൻ്റെ കാറ്റബാസിസ് എന്ന് പറഞ്ഞൊരു നോവലാണ്. ആ നോവലിൽ ഒരു PhD ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിദ്യാർത്ഥിനി കൂട്ടുകാരനെ പിടിച്ചിട്ട് മരിച്ചുപോയ അവരുടെ സൂപ്പർവൈസിങ് ടീച്ചറിനെ കാണാൻ പോകുന്ന യാത്രയാണ്. കാര്യം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് വലിയ ക്രൂരതയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, അത്ര നല്ല മനുഷ്യനൊന്നുമല്ല. നരകത്തിലേക്കാണ് പോകുന്നത് ഇയാളെ കാണാനായിട്ട് പോകുന്നത്. അപ്പം ചില സമയത്ത് പാസ്റ്റിലേക്ക് പോകുന്നത് നരകത്തിലേക്ക് പോകുന്നതിന് തുല്യമായിരിക്കും. ഇപ്പം ചില സമയത്ത് നമ്മുടെ ചില പാസ്റ്റ്, ചില ഇൻസിഡൻസ് നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ പെട്ടെന്ന് ആ ചിന്ത നിർത്തിയിട്ട് മറ്റെന്തെങ്കിലും വ്യാപൃതരാകാറുണ്ട്. കാര്യം എന്താണ്? വളരെ ഹോറിഫൈങ് ആയിട്ടുള്ള നമ്മളെ കൺഫ്രണ്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഇനി നോക്കാനായിട്ട് താല്പര്യമില്ല, അതിലേക്കൊന്നും നോക്കാൻ താല്പര്യമില്ല. 99% ആൾക്കാരും അത്തരത്തിൽ സ്വന്തം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന ആൾക്കാരാണ്. സ്വന്തം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും സ്വന്തം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പം കണ്ട കാര്യങ്ങളെ വളരെ ധൈര്യപൂർവ്വം മദർ മേരി കംസ് ടു മീ എന്ന ഒറ്റ ഒരു ഡയലോഗിൽ ഒരു ടൈറ്റിൽ അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ ടൈറ്റിലിൻ്റെ ബ്യൂട്ടി തന്നെ ജിജി നമ്മൾ നോക്കേണ്ടതാണ്. മദർ മേരി കംസ് ടു മീ വായിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ മദർ മേരിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് മദർ മേരി കംസ് ടു അസ് ആണ്, നമ്മളിലേക്ക് മദർ മേരി വരികയാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചതിൽ മദർ മേരിയെ 2 വർഷം കഴിഞ്ഞ് വായിക്കുമ്പോൾ മറ്റൊരു മദർ മേരി ആയിരിക്കും നമ്മളിലേക്ക് വരുന്നത്. അപ്പം എല്ലാ കാലങ്ങളിലും ദേശങ്ങളിലും സമയകാലങ്ങളിലും യാതൊരു നിബന്ധനകളില്ലാതെ വായിക്കാൻ പറ്റിയ പുസ്തകങ്ങളാണല്ലോ ചില നല്ല ചരിത്ര ഗ്രന്ഥങ്ങൾ. ഇപ്പം നമ്മൾ ഏതെങ്കിലും നല്ലൊരു ചരിത്ര ഗ്രന്ഥം എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും അത് നിലനിൽക്കും. ഇപ്പം ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻ മെഡിറ്ററേനിയൻ എഴുതിയ ബ്രൊദേലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ മെഡിറ്ററേനിയൻ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നുണ്ട്. ഒരു 500 വർഷം കഴിഞ്ഞ് ആ പുസ്തകം എടുത്ത് വെച്ച് കഴിഞ്ഞാലും മെഡിറ്ററേനിയൻ അവിടെ നിലനിൽക്കും. ഒരു 500 വർഷം കഴിഞ്ഞിട്ട് മദർ മേരി കംസ് ടു മീ എടുത്ത് വെച്ചാലും അതേപോലെ തന്നെ മദർ മേരി കംസ് ടു മീ അവിടെ നിൽക്കും എന്നുള്ളതാണ്. ഏത് കാലത്തെയും അതിജീവിക്കുന്ന ഭാഷ, ഏത് കാലത്തെയും അതിജീവിക്കുന്ന ചിന്ത, ഏത് കാലത്തെയും അതിജീവിക്കുന്ന ഭാവന. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് ആഗ്രഹമുണ്ട്. ഇമാജിനേഷൻ എന്ന് പറയുന്നൊരു മെത്തേഡാണോ എന്നുള്ളൊരു സംശയമുണ്ട്. പലർക്കും ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഭാവന, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭാവന കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് സത്യമില്ല. ഭാവന എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സത്യമില്ലെന്നൊരു ധാരണയാണ് സാധാരണ ആൾക്കാർ നിൽക്കുന്നത്. ഇതങ്ങനല്ല. ഇതിൽ ഇമാജിനേഷൻ, ഇതിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അരുന്ധതി റോയ് അവരുടെ ഭാവനയെ തന്നെ ഒരു രീതിശാസ്ത്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ഫോർ അരുന്ധതി ഐ ആർഗ്യൂ, ഞാൻ വാദിക്കുകയാണ്, ഫോർ അരുന്ധതി ഇമാജിനേഷൻ ഈസ് എ മെത്തഡോളജി ടു ഡെപ്പിക്ട് ദ പാസ്റ്റ് ഓഫ് എ വുമൺ, ഓഫ് വിമൻ, ഓഫ് മെനി പീപ്പിൾ. പല ഹിസ്റ്ററീസ് ഇതിൻ്റെ അകത്തുണ്ടല്ലോ, പല ഹിസ്റ്ററീസ് പല രീതിയിലാണ് ഇതിൻ്റെ അകത്ത് വരുന്നതെന്നുള്ളതാണ്. ഇപ്പം മേരി റോയ് ഒരു രീതിയിൽ വരുന്നു, മേരി റോയിയുടെ പിതാവ് മറ്റൊരു രീതിയിൽ വരുന്നു, അങ്കിൾ സാൻറ്റ അയാളുടേതായ രീതിയിൽ വരുന്നു, ഇവരുടെ ബ്രദർ ആ രീതിയിൽ വരുന്നു. അപ്പം ഏത് വ്യക്തിക്കാണ് ഇതിൻ്റെ ഒരു പ്രൈമസി കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ട വ്യക്തികൾക്ക് നാച്ചുറലി പ്രൈമസി കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളത്, ഗാങ്സ്റ്റർ എന്ന് അമ്മയെ വിളിക്കുന്നത് കൊണ്ട് അമ്മയുടെ പ്രാധാന്യം ഒരു ഇഞ്ചെങ്കിലും ഒരു ചെറിയ അംശമെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ ഇവിടെ? ഇല്ല. കാര്യം നമ്മൾ സാധാരണ ഒരു അമ്മയെ ഗാങ്സ്റ്റർ എന്ന് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രതിഷേധം അന്നേരം തന്നെ ഉണ്ടാകും, നമ്മുടെ മനസ്സിൽ വലിയൊരു വിഷമം ഉണ്ടാകും.
അങ്ങനെ നമ്മളെപ്പോലും ഡീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് അരുന്ധതി ഈ പുസ്തകം വായന സാധ്യമാക്കുന്നത്. ഈ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം വായിക്കുമ്പം ഞാൻ പല സമയങ്ങളിലും വളരെ ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നിലേക്ക് തന്നെ. അതിൽ പല എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പല അമ്മമാരെക്കുറിച്ചും പലരും ചിന്തിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ തവിടുകൂടിയായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ പല മദർ മേരികളെയും ഇവിടെ റദ്ദ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അരുന്ധതി റോയിയുടെ ചരിത്രത്തെ അവരുടെ ഒരു കാലഘട്ടത്തിൻ്റെ ബാല്യകാലത്തിൻ്റെ അല്ലെങ്കിൽ യൗവനത്തിൻ്റെ ചരിത്രത്തെ റദ്ദ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു പുതിയൊരു റിക്കൺസിലേഷൻ ഫോമിലേക്ക് റീഡർക്ക് വരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ടല്ലോ, റിക്കൺസിലേഷൻ ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് മെച്യൂരിറ്റി. ടെമ്പസ്റ്റ് എന്ന് പറയുന്ന കൃതിയിലാണത് പറയുന്നത്. സത്യത്തിൽ ഈ അരുന്ധതി റോയിയെ വായിച്ച് കഴിയുമ്പോൾ എനിക്കെൻ്റെ മനസ്സിലേക്ക് വന്നത് ഇത് മാത്രമാണ്, റിക്കൺസിലിയേഷനാണ്. അരുന്ധതി റോയി അമ്മയുമായി റിക്കൺസിൽ ചെയ്യുകയാണ്. അമ്മ മരിച്ചതിന് ശേഷമാണോ അരുന്ധതി റിക്കൺസിൽ ചെയ്യുന്നത്? അങ്ങനെ റിക്കൺസിൽ ചെയ്യുന്ന അരുന്ധതിക്ക് അമ്മയെ ഗാങ്സ്റ്റർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കണ്ട. ആ ചോദ്യങ്ങളിലാണ്, ആ വിളികളിലാണ് അരുന്ധതി റോയി എന്ന് പറയുന്ന സവിശേഷ എഴുത്തുകാരിയുടെ ചരിത്രപരത, ഓർമ്മയും ചരിത്രത്തെയും തമ്മിൽ കൂട്ടിയിണക്കി, വളരെ ശക്തമായ രീതിയിൽ കൂട്ടിയിണക്കി ഒരു കഥ മെനയുവാനുള്ള, ഒരു ചലച്ചിത്രം മെനയുവാനുള്ള ഒരു ആർക്കിടെക്റ്റിൻ്റെ, ഒരു എൻജിനീയറുടെ, ഒരു ഹോളിസ്റ്റിക് ആർക്കിടെക്ചറിൻ്റെ സവിശേഷമായ നിപുണത എന്ന് തന്നെ ഞാൻ പറയും. ഇതാണ് നിപുണത. നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയുന്ന നിപുണതയല്ല, സ്കില്ല്. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി വെക്കുന്നതല്ല നിപുണത എന്ന് പറയുന്നത്. ആശയങ്ങളെ കൊണ്ടുവരുവാനുള്ള, സവിശേഷമായ രീതിയിൽ ചരിത്രത്തെ പറയുവാനുള്ള, ഇതൊക്കെ ചരിത്രകാരന്മാർക്ക് പറ്റിയൊരു നിപുണതയാണിത്. ഈ രീതിയിൽ സ്വന്തം കാലത്തിലേക്ക് പോലും തിരിഞ്ഞു നോക്കുവാനുള്ള ഒരു കഴിവ്, സ്വന്തം കാലഘട്ടത്തിലൂടെ വീണ്ടെടുക്കുവാനുള്ള ഒരു കഴിവ്, അതിനെ പ്രത്യേക ഭാഷയിലൂടെ അവതരിപ്പിക്കുവാനുള്ള കഴിവ്, അതെല്ലാം ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. Ammu of the God of Small Things is not exactly her mother. The special care has been taken to clarify that Ammu is that വെളുത്ത ആസ്പെക്റ്റ് അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. കാരണം വളരെ എംഫാറ്റിക് ആയിട്ട് പ്രൂവ് ചെയ്യുന്നുണ്ട് ഷീ ഈസ് നോട്ട് സച്ച് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു എക്സ്ട്രാ കെയർ എടുത്ത് അങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതൊരു സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് അമ്മയെ മാറ്റാനായിട്ട് അവർ എക്സ്ട്രാ ലെങ്ത് എടുത്ത് ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതുന്ന സമയത്തുള്ള അരുന്ധതി അല്ലല്ലോ 2025 മദർ മേരി കംസ് ടു മീ ആയിട്ട് നമ്മളുള്ളിലേക്ക് വരുന്നത്. ആ സമയത്ത് മറ്റൊരു അരുന്ധതി റോയിയാണ്. ഇപ്പോൾ ഇത് വ്യത്യസ്തമായൊരു അരുന്ധതി റോയിയാണ്. ഈ മിഷേൽ ഫൂക്കോയുടെ അടുത്ത് പണ്ടൊരു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു ആൾ ചോദിച്ചു, ഫൂക്കോ നിങ്ങൾ 60-ൽ ഇങ്ങനെ പറഞ്ഞു, 70-ൽ ഇങ്ങനെ പറയുന്നു, 80-ൽ ഇങ്ങനെ പറയുന്നു, എല്ലാ സമയത്തും നിങ്ങൾ മാറ്റി പറയുന്നു, പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാറ്റി പറയുന്നു. അപ്പോൾ ഫൂക്കോ പറഞ്ഞു, ഞാൻ ഈ 60-ൽ പറഞ്ഞ കാര്യം പറയാനായിട്ടാണ് ഈ 80-ലും ജീവിച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ പറയാതിരിക്കുകയല്ലേ നല്ലതെന്ന് പറയുന്നത്. അതുപോലെ ഓവർ ദി ഇയേഴ്സ്, വർഷങ്ങളായിട്ട് അരുന്ധതി സഞ്ചരിക്കുകയാണ്. അരുന്ധതിയുടെ സഞ്ചാരം എന്ന് പറയുന്നത് വെറൊരു സഞ്ചാരമല്ല, അനുഭവങ്ങളെ പഠിച്ച് അവരുടെ മനസ്സാകുന്ന ആർക്കൈവിൽ ഇൻസ്ക്രൈബ് ചെയ്താണ് അരുന്ധതി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇമാജിനേഷൻ ഈസ് എ മെത്തേഡ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമല്ല. കാരണം അവരുടെ മനസ്സിലേക്ക് ഇൻസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് അവർ എഴുതിയിടുകയാണ്, ചുമ്മാ പോറിയിടുകയല്ല, ശക്തമായി എഴുതിയിടുകയാണ്, ഈ അനുഭവങ്ങളെ എഴുതിയിടുകയാണ്, അതിനെ അവർ റീക്ലെയിം ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ റീക്ലെയിം ചെയ്ത് പിടിക്കുമ്പം അരുന്ധതിയുടെ ഇപ്പോഴത്തെ പ്രായം, എനിക്ക് തോന്നുന്നു അരുന്ധതിക്ക് ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞു അല്ലേ? 60 വയസ്സ് കഴിഞ്ഞ ഒരു അരുന്ധതിക്ക് ഒരു 30 വയസ്സുകാരി അല്ലെങ്കിൽ 25 വയസ്സുകാരി അരുന്ധതി അല്ലല്ലോ ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ. ഇപ്പോൾ അരുന്ധതി തന്നെ ഞാൻ നോക്കിയിട്ട് ഒരു പാലിംസെസ്റ്റ് എന്ന് ഞാൻ വിളിക്കും. അതിന് കൃത്യമായ ഒരു വാക്ക് ഇംഗ്ലീഷിലാണ്, പാലിംസെസ്റ്റ്. പാലിംസെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതാനുഭവങ്ങളും എഴുത്തുകളും ഒക്കെ അരുന്ധതി റോയി ഒരു പേപ്പറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെറ്റലാണെങ്കിൽ അതിലേക്ക് വന്ന് പതിഞ്ഞ് വീണ് കിടക്കുകയാണ് പാലിംസെസ്റ്റ്. എഴുത്തിന് മേളിൽ എഴുത്ത്, ചിന്തയ്ക്ക് മേളിൽ ചിന്ത, ഓർമ്മകൾക്ക് മേളിൽ ഓർമ്മകൾ, ഇങ്ങനെ കിടക്കുന്ന ഒരു പാലിംസെസ്റ്റാണ് അരുന്ധതി. അതിൽ നിന്നാണ് അരുന്ധതി ഈ ഇമാജിനേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് സത്യത്തിൽ ഡെസൈഫർ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അവരുടെ ഐസക്റ്റും ചെയ്യുന്നതിന് ഡെസൈഫറും ചെയ്യുന്നുണ്ട്. അതിനെ കീറി മുറിച്ച് പരിശോധിച്ച് അതിനെ കണ്ടുപിടിച്ച് മറ്റൊരു കൃതിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് തരികയാണ്. ഇതെൻ്റെ അമ്മയുടെ ഒരു ബയോഗ്രഫി ആണെന്നോ എൻ്റെ ഓട്ടോബയോഗ്രഫി ആണെന്നോ ഒന്നും പറയാത്ത അതുകൊണ്ടാണ്. ഇതൊരു മെമ്മേറാണെന്ന് കൃത്യമായ രീതിയിൽ ഒരു മെമ്മേർ എന്നുള്ളതാണ് ആ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു മെമ്മേറാണ്, ഇതൊരു ഡയറിയാണ്. മദർ മേരി കംസ് ടു മീ ഒരു ഡയറിയാണ്. സത്യസന്ധമായ രീതിയിൽ ഒരാൾ എഴുതുന്ന ഡയറി, സത്യസന്ധമായ രീതിയിൽ ഒരാൾ എഴുതുന്ന ഡയറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലൊരു പിതാവോ ഒരു മാതാവോ എഴുതിയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് ആർക്കുണ്ട് ആർജവും ധൈര്യം ഈ കാലഘട്ടത്തിൽ? ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ പാണ്ഡിത്യവും ആഠ്യത്വവും ഒക്കെ തകർന്ന് തരിപ്പണമായി വീഴുന്ന ചില തറവാട് മഹിമ പറയുന്ന ചില വീടുകളൊക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ എത്രയോ ഡയറികൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ ഡയറികളൊന്നും വെളിച്ചത്ത് വരാത്തതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഭയമാണ്.
അപ്പം ഭയമില്ലാതെ സ്വന്തം ജീവിതത്തെ മുന്നോട്ട് പോകാനായിട്ട് അരുന്ധതിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇത് ഭയങ്കരമായ രീതിയിലുള്ളൊരു ഒരു മാർക്കറ്റിംഗ് അല്ലേ ഈ പുസ്തകത്തിന് വേണ്ടി ചെയ്യുന്നതെന്നുള്ളത്. അല്ല, മാർക്കറ്റിംഗ് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ നല്ലൊരു സാധനത്തെ മാർക്കറ്റ് ചെയ്യുന്നതിൽ എന്ത് തെറ്റാണെന്നുള്ള എൻ്റെ ചോദ്യം. ഒരു നല്ല സാധനത്തെ ഒരു മാർക്കറ്റ് ചെയ്യട്ടെ. ഒരു പബ്ലിഷർ ഇതിനു വേണ്ടി പ്രത്യേക രീതിയിലുള്ള ഒരു ക്ലോത്ത് കവർ ഉണ്ടാക്കിയെടുത്തു. ആ ക്ലോത്ത് കവർ കിട്ടാൻ വേണ്ടി തന്നെ ഈ 800 രൂപ മുടക്കി ഈ പുസ്തകം മേടിച്ച ആൾക്കാരുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഒരെണ്ണം മേടിച്ച് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോത്ത് കവർ എന്ന് പറയുന്ന ഒരു സവിശേഷമായ സാധനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതൊരു സിഗ്നേച്ചറാണ്. അരുന്ധതി റോയുടെ ഒപ്പിട്ട പുസ്തകം ഒരെണ്ണം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. മോഡേൺ ബുക്സിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ്. അവർ അത് അങ്ങനെ അരുന്ധതിയോട് ഒപ്പിട്ട് മേടിച്ച് അങ്ങനെ വേണോ എന്ന് ചോദിച്ചാൽ ആദ്യം അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് മേടിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ ചിന്തിച്ചു എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ഒപ്പിട്ട് അരുന്ധതിയോടെ ഒപ്പിട്ട് പുസ്തകം മേടിക്കുന്നത്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ പുസ്തകം ഒപ്പിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തൊരു ആനന്ദം ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ എനിക്കങ്ങനെ ഒരു ആനന്ദം ആ രീതി കിട്ടത്തില്ല. പക്ഷേ അരുന്ധതിയുടെ കാര്യത്തിൽ കിട്ടും. കാര്യം ചരിത്രത്തിനൊപ്പം നടന്ന, ചരിത്രത്തെ തിരുത്താൻ ശ്രമിച്ച, പ്രതിരോധത്തിൻ്റെ ശബ്ദം തീർത്ത, പ്രതിരോധത്തിൻ്റെ അലയടികൾ ഉണ്ടാക്കിയെടുത്ത നല്ലൊരു എഴുത്തുകാരി, ചിന്തക, പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്ത ഒരു ധീരവനിത. ആ ധീരവനിതയുടെ ഒപ്പമുള്ള ഒരു പുസ്തകം എൻ്റെ കയ്യിലുള്ളത് എനിക്ക് അഭിമാനം തന്നെയാണ്. അവരുടെ കാൻഡിഡ്നെസ്സും കറേജും അത് അൺപാരലൽഡാണ്. അത് തന്നെയല്ല സാർ, ഇവർ ഈ ഇന്ത്യയുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് എഴുതിയിട്ട് ഇവരുടെ അതിരുകളൊക്കെ ഭേദിച്ച് ലോകം മുഴുവൻ ഇവരെ വൈഡായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇവരുടെ ഈ രചനയുടെ ഭാഷയുടെ പ്രയോഗത്തിൻ്റെ സൗന്ദര്യമാണോ, അത് ഇവർ കൈകാര്യം ചെയ്ത ഈ ഒരു ഇമോഷണൽ ആസ്പെക്ട്സ് ആണോ, എന്തായിരിക്കും അതിൻ്റെ ഒരു ഇത്ര സർവ്വ സ്വീകാര്യതയ്ക്ക്? അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അരുന്ധതി ഒരു സെലിബ്രേറ്റഡ് റൈറ്ററാണ്. രണ്ട്, അരുന്ധതിയുടെ ഭാഷയുടെ ഉപയോഗം, അതിൻ്റെ ഒരു ബ്യൂട്ടി, സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് മറ്റാരുമായിട്ടും താരതമ്യപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള സൗന്ദര്യം അതിനുണ്ട്. മൂന്ന്, അരുന്ധതി റോയിയുടെ യഥാർത്ഥ അരുന്ധതി റോയ് എന്ന് പറയുന്നത് വെറും ഒരു കഥാകൃത്തോ അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയോ മാത്രമല്ല. അനുഭവത്തെ നോവലാക്കാനായിട്ട്, അനുഭവത്തെ ചരിത്ര പുസ്തകമാക്കാനായിട്ട്, അനുഭവത്തെ ഒരു മെമ്മറാക്കി മാറ്റുവാനായിട്ട് കഴിവുള്ള അവരുടെ ആ കഴിവിനെയാണ് ലോകം മൊത്തം സ്വീകരിക്കുന്നത്. അരുന്ധതി എന്ന വാക്ക് പോലും കൃത്യമായ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പോലും അത് വളരെ കിണഞ്ഞ് പരിശ്രമിച്ച് പറയുകയാണ് അരുന്ധതി, അറുന്ധതി, അറന്ധതി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറയുന്നതിനകത്ത് പോലും ഞാൻ പറഞ്ഞ അവരൊരു ശ്രമം നടത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് അതിരുകളെയും ഭേദിച്ച് ചെല്ലുവാനുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ ഒരു എഴുത്തുകാരിയുടെ സവിശേഷമായ ഒരു കഴിവാണത്. കാര്യം ഏത് അതിരുകളെയും ഭേദിച്ച് ചെല്ലുക എന്ന് പറയുന്നതിന് പ്രധാന ഒരു കാരണമുണ്ട്. കാരണം ഫാസിസത്തിനെതിരെ അരുന്ധതി റോയ് ഉയർത്തിയ വെല്ലുവിളികൾ, നിരന്തരമായുള്ള അവരുടെ എഴുത്തുകൾ, അവർക്കെതിരെയുള്ള കേസുകൾ, അവരെ കള്ളക്കേസിൽ കൊടുക്കാൻ വരെ തുനിഞ്ഞു നിൽക്കുന്ന പലയിടങ്ങളിലുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ഒരു അരുന്ധതി റോയ് ഉണ്ട്. എന്തിനേയും ഏത് ശക്തനെയും ഏത് ശക്തരെയും നേരിടുവാനായിട്ട് ശക്തിയുള്ള ഒരു അരുന്ധതി റോയ്. ഈ ഒരു എഴുത്തുകാരിയുടെ, ഈ ചിന്തകയുടെ ഈ ശക്തിയാണ് സത്യത്തിൽ അവരുടെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം. സെൻറ്റ് ട്രീസാസ് കോളേജിൽ ഇതിൻ്റെ റിലീസും അതുപോലെ തന്നെ ചർച്ചയും നടക്കുന്ന സമയത്ത് വളരെ വലിയ ക്യൂകളായിരുന്നു എന്നാണ് പറയുന്നത്. വലിയ ഒത്തിരി നീളത്തിലാണ് ക്യൂ നിൽക്കുന്നത്. എന്തിനാണ്? അരുന്ധതി റോയുടെ ഒരു ഒപ്പിട്ട് മേടിച്ചിട്ടൊരു പുസ്തകം കിട്ടുവാനായിട്ട്. മലയാളത്തിലുള്ള ഈ പുസ്തകങ്ങൾ വായിക്കുന്ന പുസ്തകപ്രേമികളൊന്നും ആ രീതിയിൽ പിന്നെ ചിന്തിക്കാതെ പോയി ഒരു ക്യൂവിലൊന്നും പോയി നിൽക്കത്തില്ല. അത് കണ്ടപ്പോൾ, ഈ ക്യൂ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് 50 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ കിലോമീറ്ററുകൾ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു ഷോലെ എന്ന് പറഞ്ഞ ചലച്ചിത്രം കാണാനായിട്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഒരു പുസ്തകം മേടിക്കുവാനായിട്ട്, ഒരു ഷോലെ കാണുവാനായിട്ട് ക്യൂ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു പുസ്തകം മേടിക്കുവാനായിട്ട് ക്യൂ നിൽക്കുന്നത്, ആ പുസ്തകം മേടിച്ച് അരുന്ധതി റോയിയുടെ ഒരു ഒപ്പ് കിട്ടുവാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത്, ആ കാത്തുനിൽപ്പ് എന്ന് പറയുന്നതിനകത്തൊരു ആരാധനയുണ്ട്. ആ ആരാധന ഉണ്ടായി വന്നത് അരുന്ധതി റോയ് എന്ന് പറയുന്ന ഫാസിസത്തിനെതിരെ സംസാരിക്കുന്ന, പാട്രിയതക്കെതിരെ സംസാരിക്കുന്ന, എല്ലാ ക്രൂരതകൾക്കും എതിരെ സംസാരിക്കുന്ന ഒരു ധീരവനിതയുടെ ഒരു ഒപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അരുന്ധതി റോയ് ലോകത്തുള്ള എല്ലാ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കും എതിരായിട്ട്, ഫാസിസത്തിനെതിരായിട്ട് ശബ്ദിക്കുന്ന ഒരു വ്യക്തി. ഫാസിസത്തിനെതിരെ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ എഴുത്തിലെ ഒരു അത്ഭുതകരമായ രീതിയിലുള്ള ഒരു ചാം, എഴുത്തിനകത്തുള്ളൊരു ചാം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ തോന്നാത്ത രീതിയിൽ ആ പുസ്തകത്തെ നമുക്ക് വായിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്സിലോ അല്ലെങ്കിൽ വർക്കിംഗ് വിത്ത് ദ കോമ്രേഡ്സിലോ ഒക്കെ കാണാത്ത ഒരു ഇൻ്റലക്ച്വൽ എന്താണ് പറയുന്നത്, ഒരു ഫ്യൂഷൻ, അവരുടെ എഴുത്തിൻ്റെ ഒരു ക്ലൈമാക്സ് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ക്ലൈമാക്സിലേക്ക് കയറുന്ന ഒരു അനുഭവമാണ് സത്യം പറഞ്ഞാൽ മദർ മേരി കംസ് ടു മീ വായിക്കുമ്പോൾ ഉണ്ടായത്.
പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളോട് സിമ്പതിയുള്ള, സ്നേഹമുള്ള ഒരു അത്തരത്തിലുള്ളൊരു മനസ്സിലുള്ള ഒരു പുതിയ പൊതുബോധ നിർമ്മിതിക്ക് വരെ കാരണമാകാൻ അത്രമാത്രം ശക്തമായിട്ടുള്ള, ആളുകളിൽ അത്രമാത്രം ഒരു മനപരിവർത്തനം, ഒരു ഭാവുകത്വ പരിണാമം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സൃഷ്ടിക്കാൻ പറ്റിയ അത്രമാത്രം ശക്തമായ ഒരു കൃതി ഒത്തിരി നാളുകൾക്ക് ശേഷം വരുന്നതാണ് ഒരു ഗ്രന്ഥം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാലഘട്ടത്തിലേക്കും നമ്മളോട് സഞ്ചരിക്കേണ്ട ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ പോലെയാണ്. അപ്പോൾ ഈ ഗ്രന്ഥം വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അരുന്ധതി റോയ് എന്നോട് നേരിട്ട് പറയുന്നതായിട്ടാണ്. എന്നോട് നേരിട്ട് അരുന്ധതി റോയ് ഈ കാര്യങ്ങൾ പറയുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ആ അനുഭവം എനിക്ക് എടുക്കുന്നതിൽ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു വായനക്കാരനായാലും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ കൂടിയാണ് ഞാൻ ഈ പുസ്തകം കണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. അതിലുണ്ടാക്കിയെടുക്കുന്നതിൽ അരുന്ധതി റോയ് വിജയിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് വരും കാലങ്ങളിലേക്ക് ചരിത്രത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങളിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ, ലോകത്തിൻ്റെ, അത് സാമൂഹിക ചരിത്രമാണെങ്കിലും സാംസ്കാരിക ചരിത്രമാണെങ്കിലും പരിസ്ഥിതിയുടെ ചരിത്രമാണെങ്കിലും, കാര്യം ഇതിനകത്തെല്ലാം എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുള്ളൊരു ചരിത്രമാണിത്. അരുന്ധതി റോയിയെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി അവരൊരു ആർക്കിടെക്റ്റാണ്. ഇപ്പോൾ ആർക്കിടെക്റ്റിൻ്റെ ഒരു നോട്ടമുണ്ടല്ലോ, ഓരോ ഭൂപ്രദേശത്തെയും അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയുന്ന സമയത്ത് അതിൻ്റെ എവിടെ ഏതൊക്കെ റൂം എവിടെയൊക്കെ വരണം, അതിൻ്റെ എലവേഷൻ എന്തായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഘടന എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന, കോവണി എന്തായിരിക്കണം, എവിടെ വരണം, ഒരു കസേര കിട്ടാതെ എവിടെ കിടക്കണമെന്ന് പോലും തീരുമാനിക്കുന്ന ഒരു ആർക്കിടെക്റ്റാണ്. അങ്ങനെ കൃത്യതയുള്ള ഒരു ആർക്കിടെക്റ്റിൻ്റെ മനോഭാവത്തോടെയാണ് അരുന്ധതി റോയ് മദർ മേരി കംസ് ടു മീ എഴുതിയിരിക്കുന്നത്. അപ്പം സത്യത്തിൽ ഇതൊരു നോവലിസ്റ്റിൻ്റെയും ഒരു എഴുത്തുകാരിയുടെയും ഒരു ചിന്തകയുടെയും ഒക്കെ ഒരു ഹിസ്റ്ററി ബുക്കായിട്ട് മാറുമ്പോൾ തന്നെ ഒരു എൻജിനീയറുടെ ഒരു യുക്തി കൂടി ഇതിൻ്റെ അകത്തുണ്ട്. കൃത്യമായ ഒരു എൻജിനീയറുടെ യുക്തി സ്പേസിനെ, സ്ഥലരാശിയെ, സമയകാല ബന്ധത്തെ കൃത്യമായ രീതിയിൽ പ്രതിഷ്ഠിക്കുവാനുള്ള, വർഷക്കണക്ക് പറയാതെ തന്നെ ആ വർഷങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള കോമ്പിറ്റൻസിയുള്ള, അതിന് സവിശേഷമായ ഒരു കഴിവുള്ള ഒരു എഴുത്തുകാരിയും അവരുടെ ഏറ്റവും അമൂല്യമായ ഒരു ഗ്രന്ഥവുമായിട്ട് മദർ മേരി കംസ് ടു മീ എന്നും നിൽക്കുമെന്നാണ് നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അരുന്ധതി റോയ് ഒരു ആർക്കൈവ്സ് ആണെങ്കിൽ അതിൽ നിന്നുണ്ടായി വന്ന ഒരു എക്സ്പ്രഷൻ ആണ് മദർ മേരി കംസ് ടു മീ.